ആദരണീയനായ പപ്പേട്ടൻ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ഓപ്പറേഷൻ തുഫാൻ ഇന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ യുവതലമുറയെ രക്ഷിക്കാനുള്ള ഒരു ദൗത്യമാണിത്. ലഹരിയും കേരളത്തെ തകർക്കുന്ന ഈ സന്ദർഭത്തിൽ അതിൽ നിന്ന് നമ്മുടെ യുവ തലമുറയെ രക്ഷിക്കാൻ കേരള പോലീസ് ജനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ ഇന്ന് ഓപ്പറേഷൻ തുഫാൻ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് എല്ലാവരും മറ്റ് പ്രാദേശിക ചിന്തകളോ ജാതിമത പരിഗണനകളോ ഇല്ലാതെ കേരളം ഒരുമിച്ച് അണിനിരക്കുന്ന ആവേശകരമായ മുഹൂർത്തമാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദിനപത്രമായ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ ഉണ്ട് നമ്മുടെ ഈ ഓപ്പറേഷൻ തുഫാനെ അഭിനന്ദിച്ചുകൊണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ വെയിൽ കൂടുതൽ വരുന്നത് കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. നിങ്ങളോടൊപ്പം ഞാനും നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരും കൂട്ടായി നടക്കാം, കൂട്ടായി യോജിക്കാം. ഈ ഓപ്പറേഷൻ തുഫാൻ ഒരു വൻ വിജയമാക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഒരു വലിയ മുന്നേറ്റമാണ് ഈ ഓപ്പറേഷൻ തുഫാനിലൂടെ ആദരണീയനായ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ശാന്തി ഉണ്ടാകാൻ, സമാധാനം ഉണ്ടാകാൻ, ഏറ്റവും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ അവിടെ ലഹരി ഒരു വില്ലനായി വരാൻ പാടില്ല. ഏതായാലും ഈ മുന്നേറ്റം കേരളീയ ജനത ഏറ്റെടുത്ത വലിയ മുന്നേറ്റമാണ്. ഈ മുന്നേറ്റത്തിന് എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയങ്കരനായ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എല്ലാവിധ പിന്തുണയും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ചെയ്താൽ അഴീക്കോട് MLA പ്രിയങ്കരനായ സുമേഷിനെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല സാറുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ക്യാമ്പയിൻ കേരളത്തിൽ ഏറ്റവും അനിവാര്യമായ, ഏറ്റവും ശ്രദ്ധേയമായ ഒരു ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ച് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ട് കേരളത്തിന്റെ കഥാകാരൻ, നമ്മളൊക്കെ ആദരിക്കുന്ന പപ്പേട്ടൻ സംസാരിക്കും. ഈ ഒരു സൗന്ദര്യത്തിൽ ഏറ്റവും അനുയോജ്യം ഞാൻ. കാരണം ജീവിതത്തിൽ ഇതുവരെ ഒരു തരത്തിലുള്ള ലഹരി, ചായ കാപ്പി അടക്കം കുടിക്കാതിരുന്ന വ്യക്തിയാണ് ഞാൻ. അടുത്ത കാലത്ത് മാത്രം ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ട് കാപ്പി കുടിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ചായ ഇപ്പോഴും കുടിക്കുന്നുണ്ട്. മദ്യത്തിൻ്റെ കാര്യം, ലഹരി പദാർത്ഥങ്ങളുടെ കാര്യം അത് പിന്നെ പറയാനുമില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ വെച്ച് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വം ഇതുപോലെയുള്ള ഒരു മഹത്തായ പരിപാടി നടത്തിയത്. അന്ന് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. കണ്ണൂർ സിറ്റി പോലീസിന്റെ ലഹരി വിരുദ്ധ വാക്കത്തോണും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ ജനങ്ങളെ അണിനിരത്തി കണ്ണൂർ സിറ്റി പോലീസിന്റെ വാക്കത്തോണും വിപുലമായ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന ലഹരി വിരുദ്ധ ദൗത്യത്തിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. ജൂലൈ 18 ശനിയാഴ്ച രാവിലെ 9:30 കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ലഹരി വിരുദ്ധ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പൊതുജനങ്ങളെ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടികൾ വിഭാവനം ചെയ്തത്. ചടങ്ങിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി തൂഫാൻ പതാക ഉയർത്തിയതിനെ തുടർന്ന് നടന്ന സമ്മേളനത്തിൽ തലശ്ശേരി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ നന്ദഗോപൻ M IPS സ്വാഗതം ആശംസിച്ചു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം കണ്ണൂർ MLA അഡ്വക്കേറ്റ് TO മോഹനൻ, അഴീക്കോട് MLA KV സുമേഷ്, കഥാകൃത്ത് T പത്മനാഭൻ എന്നിവർ സംസാരിച്ചു.
ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയ് ഭരത് റെഡ്ഡി IPS ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ലഹരിക്കെതിരെയുള്ള സിഗ്നേച്ചർ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് കർമ്മവും ആഭ്യന്തര വകുപ്പ് മന്ത്രി നിർവഹിച്ചു. പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ കാൽടെക്സ് ഗാന്ധി സർക്കിൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വഴി ജവഹർ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ഉത്തരമേഖല IG പുട്ട വിമലാദ്യ IPS, കണ്ണൂർ ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് IAS, കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ കുമാരി S സ്വാതി IAS, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ D ഷൈനി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ സന്നിഹിതരായിരുന്നു. പ്രതിജ്ഞ. ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രവർത്തിക്കുമെന്നും കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ.